ഹായ് ഹലോ. ഒരു പ്രശ്നം ഫാമിലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും ചില വ്യക്തികൾ തളരാറുണ്ട്. അതായത് അവർ തന്നെ തളർന്നു പോകും ഒറ്റയ്ക്ക്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒന്നാമത്തത് അവർക്ക് അവരുടെ മേൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. പിന്നെ അവർ ഈ ഒരു പ്രശ്നം പരിഹരിച്ചാൽ എന്തെങ്കിലും അതിലൂടെ കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകുമോ എന്നുള്ള ആ ഒരു പേടി കാരണം, ഒന്നാമത്തെ പേടിയാണ്. ആ ഒരു പേടി കാരണം അവരിനെ കൊണ്ട് ആ ഒരു പ്രശ്നത്തിനെയും സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തോന്നൽ കാരണം ചിലവർക്കൊക്കെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം എന്നെ ഞാൻ വിശ്വസിക്കും കേട്ടോ. എന്നെക്കൊണ്ട് അത് പറ്റും, എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ നിൽക്കും. അതുകൊണ്ട് എന്താവും, ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യം ആയിക്കോട്ടെ അതിലെനിക്ക് സക്സസ്സിന്, അതായത് ഒരു റിസൾട്ട് എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മേലുള്ള ഒരു ട്രസ്റ്റ്, ആരെന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ എന്നെ വിശ്വസിക്കും. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്നും ജീവിക്കണമെന്ന് എല്ലാവരും പറയണമെന്നല്ല. നമ്മൾ സ്വയം തിരിച്ചറിയുക, നമുക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ജീവിക്കണം കേട്ടോ. ഓക്കെ, ജീവിതം മുടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല. ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് പലരും ഇവിടെ ജീവിതം മുടക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു അധ്വാനത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ വർക്ക് അവൈലബിൾ ആണ്. വർക്കിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റിൽ ഹൗ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ.